നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. കയ്പമംഗലം കൂരിക്കുഴിയിൽ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അടിച്ചു തകർത്ത നിലയിൽ. തൃശൂർ നഗരത്തിൽ തീപിടുത്തം. ദിവാൻജി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തൃശൂർ അതിരപ്പള്ളി ഷോളയാറിൽ വാഹനാപകടത്തിൽ പോലീസ് ഓഫീസർ മരിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കൂരിക്കുഴിയിൽ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അടിച്ചു തകർത്ത നിലയിൽ. CPM പുന്നക്കച്ചാൽ ബ്രാഞ്ച് സെക്രട്ടറി കൂരിക്കുഴി സ്വദേശി വൈപ്പിപ്പാടത്ത് അൻസാറിന്റെ ഓട്ടോ ടാക്സിയാണ് ആക്രമിക്കപ്പെട്ടത്. രാത്രി ഓട്ടം കഴിഞ്ഞ ശേഷം വീടിനടുത്തുള്ള പറമ്പിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഓട്ടോ എടുക്കാനായി എത്തിയപ്പോഴാണ് വാഹനം തകർത്ത വിവരം അറിയുന്നത്. ഓട്ടോയിലുണ്ടായിരുന്ന സ്റ്റീരിയോ, ടൂൾസ് എന്നിവ അക്രമി കൊണ്ടുപോയിട്ടുണ്ട്. തൃശൂർ നഗരത്തിൽ തീപിടുത്തം. ദിവാൻജി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു. രാവിലെ 10:45 സംഭവം. പട്ടാമ്പി സ്വദേശി സെയ്ദ് അലി വാടകയ്ക്കെടുത്ത് നടത്തുന്ന സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. പറമ്പിൽ കൂട്ടിയിരുന്ന ആക്രി സാധനങ്ങൾക്കാണ് ആദ്യം തീപിടിച്ചത്. തീ പടർന്നതോടെ ഒരു പെട്ടി ഓട്ടോ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും കത്തി നശിച്ചു. നിരവധി ആക്രി സാധനങ്ങളും തള്ളുവണ്ടികളും കത്തിനശിച്ചവയിൽപ്പെടും. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂർ സ്റ്റേഷനിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 11:30 തീ നിയന്ത്രണ വിധേയമാക്കിയത്. തമിഴ്നാട് സ്വദേശികളായ ജീവനക്കാർ പൊങ്കൽ ഉത്സവത്തിന് നാട്ടിൽ പോയതിനാൽ സംഭവ സമയത്ത് സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. സമീപത്ത് നിരവധി വാഹന വർക്ക്ഷോപ്പുകളും സ്ഥാപനങ്ങളും വീടും ഉൾപ്പെടെയുണ്ട്. ഇവിടേക്ക് തീ പടരാതെ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതിരപ്പള്ളി ഷോളയാറിൽ വാഹനാപകടത്തിൽ പോലീസ് ഓഫീസർ മരിച്ചു. മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 40 വയസ്സുള്ള വിൽസൺ ആണ് മരിച്ചത്. കൊല്ലം സ്വദേശിയാണ്. വിൽസൺ ഓടിച്ചിരുന്ന ബൈക്കിൽ വിറകു കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. രാവിലെ 7:00 അപകടം. അപകടം നടന്നയുടൻ വിൽസനെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിലും ഷോപ്പുകളിലും ഇഡിയുടെ റെയ്ഡ് നടന്നു. കൊച്ചിയിൽ നിന്നുള്ള ED സംഘമാണ് ആറാട്ടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനിയുടെ ഓഫീസിൽ പരിശോധന നടത്തിയത്. ഹൈറിച്ച് ഉടമകൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയെ തുടർന്നായിരുന്നു EDയുടെ പരിശോധന. മണി ചെയിൻ വഴി 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് പോലീസ് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഓൺലൈൻ വ്യാപാരത്തിന്റെ പേരിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിച്ച് 1,63,000 ഉപഭോക്താക്കളിൽ നിന്നും പണം തട്ടിയെടുത്തതായും കണ്ടെത്തിയിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ചെന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള വികസന സെമിനാർ അവതരിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഓരോ പഞ്ചായത്തുകൾ എടുത്താൽ 7 പഞ്ചായത്തുകളിലും ഉണ്ടാകുന്ന വികസന നിർദ്ദേശങ്ങൾ, ആ വികസന നിർദ്ദേശങ്ങൾക്ക് എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ പരിഹരിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ വാക്കെടുത്താൽ തന്നെ ഗ്രാമസഭ കൂടിയാൽ, വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയാൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ എത്രയോ അനവധിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ 1-2 വാർഡുകളുടെ നിർദ്ദേശങ്ങൾ മാത്രം പരിഗണിച്ചാൽ മാത്രം വേണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പദ്ധതി പണത്തിന്റെ അവസ്ഥ തീരും. 4 വാർഡുകളെ പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പദ്ധതി രൂപീകരിക്കപ്പെടുമ്പോഴും വേണ്ടതാണ്, എസൻഷ്യലാണ്, വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞിട്ട് നടപ്പാക്കേണ്ട ആവശ്യമുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാൻ സംഗതിയാണോ, ഇതൊക്കെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. രണ്ടാമത്, സർക്കാർ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വഴി പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ 22 ക്യാൻസർ നമ്മൾ പറയുന്നത്, അതുപോലെ ഏറ്റവും കൃത്യമായിട്ടുള്ള, ഏറ്റവും നല്ല, ഏറ്റവും ഗംഭീരമായ രീതിയിൽ നമുക്ക് അത്തരം പ്രോജക്റ്റുകളെ നമുക്ക് കാണാൻ കഴിയും.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ ബാബു കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, മിനിത മോഹൻദാസ്, MS മോഹനൻ, കില ഫാക്കൽറ്റി ഉണ്ണികൃഷ്ണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KA മുഹമ്മദ് റാഫി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CS സരീഷ്, സെക്രട്ടറി K മധുരാജ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KA ഹസ്ഫൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, മിനി ഷാജി, മോനിഷ ലിജിൻ, ശോഭന ശാർങ്കധരൻ, RK ബേബി, നൌഷാദ് കറുകപ്പാടത്ത്, VS ജിനേഷ്, KA കരീം എന്നിവരും വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും നടന്നു. സംയോജിത കൃഷി ക്യാമ്പയിന്റെ എടത്തിരുത്തി പഞ്ചായത്ത് തല ഉദ്ഘാടനം ചൂലൂരിൽ നടന്നു. വലിയകത്ത് തേനുങ്ങൽ അയ്യൂബിന്റെ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ KR സീത ഉദ്ഘാടനം നിർവഹിച്ചു. ദിശാബോധത്തോടുകൂടിയുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ നേതൃത്വം ഇന്ന് കേരള ഗവൺമെന്റ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. 2016 തുടങ്ങിയ ആ പ്രവർത്തനം അത് ചില സ്ഥലങ്ങളിൽ മാത്രം. ഇപ്പോൾ ജൈവ പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ അത് സീസണിൽ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, സീസണിൽ ഓണത്തിനൊരു പച്ചക്കറി, ഒരു മുറം പച്ചക്കറി, വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു പദ്ധതികൾ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തെ ആ പഴയ സംസ്കാരത്തിലേക്ക്, കാർഷിക മേഖല പഴയ സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിച്ചുകൊണ്ട് കൃഷിയിലേക്ക് ഇറക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ ജൈവ പച്ചക്കൃഷി കൂടാതെ സംയോജിത കൃഷിയിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുവാൻ തീരുമാനിച്ചത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. കുടുംബശ്രീ, യുവജനങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും കൃഷിയിലേക്ക് ഇറക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാവരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. സഹകരണ ബാങ്കുകൾ അതിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരുടെയും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ പച്ചക്കറി കൃഷിയിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയണം എന്ന ഒരു ലക്ഷ്യമാണ് സർക്കാർ ഇട്ടിരിക്കുന്നത്. VK ജ്യോതി പ്രകാശ്, രാജേഷ ശിവജി, സുബൈദ അബ്ദുൾ ജബ്ബാർ, ബൈന പ്രദീപ്, AV സതീഷ്, ഷീന വിശ്വൻ, KR ഹരി, RK ബദ്രുദ്ദീൻ, പ്രശോഭിതൻ മുനപ്പിൽ, ശ്രീദേവി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പെലക്കാട്ട് പയ്യൂരിൽ ആന ഇടഞ്ഞു. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞത്. അരമണിക്കൂർ റോഡിൽ നിലയുറപ്പിച്ച ആന പെലക്കാട്ട് പയ്യൂർ സ്വദേശി കാടാമ്പുള്ളി കാസിമിന്റെ പെട്ടിക്കട ഭാഗികമായി തകർത്തു. കുന്നംകുളം എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പു, മേൽശാന്തി KR സന്തോഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നിർവഹിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഇന്ന് വൈകിട്ട് 4:30 ദേവിക്ക് ദേശപ്പൊങ്കാല, 25 വൈകിട്ട് 7:30 പഞ്ചാരിമേളം അരങ്ങേറ്റം, 26 തൈപ്പൂയം ദിവസം പുലർച്ചെ 4 മണി മുതൽ അഭിഷേകങ്ങൾ, രാവിലെ 11 മണി മുതൽ വിവിധ മേഖലകളിലെ പാൽക്കുടം വരവ്, രാത്രി 7:30 നാടകം ശിഷ്ടം,
27 രാവിലെ 11:15 മുതൽ അഭിഷേക കാവടി വരവ്, രാത്രി 11 മുതൽ ഭസ്മ കാവടി വരവ്, 28 രാവിലെ കാഴ്ച ശീവേലി, വൈകിട്ട് 4:30 5 ഗജവീരന്മാരെയും 75 പരം കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് തൃപ്രയാർ അനിയന്മാരാരുടെ മേള പ്രമാണിത്വത്തിൽ പകൽപൂരം, രാത്രി 10:30 മുതൽ രാത്രിപൂരം, 25 രാവിലെ 9:30 ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ദേശീയപാത 66-ൽ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രശ്നങ്ങളൊക്കെ യഥാസമയം ഇടപെട്ട് പരിഹരിച്ചു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി, കർണാടകയിൽ ഈ പ്രവൃത്തി ഒച്ചിൻ്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി വേഗത്തിൽ നടക്കുന്നു. നിങ്ങൾ പലർക്കും പല തിരക്കും കാരണം അതൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞങ്ങൾ നേരിട്ട് സൈറ്റ് പരിശോധിച്ച് പോവുകയാണ്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു കേന്ദ്രം. കോഴിക്കോട് നിന്ന് ആരംഭിച്ചാണ്, മലപ്പുറം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ, ചെറിയൊരു ഗ്യാപ്പ് വരണം, തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് പരിശോധിച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കപ്പരിക്കാട് മുതൽ തളിക്കുളം വരെ ഒരു റീച്ച് 33 കിലോമീറ്ററാണ്. അതുപോലെ മറ്റൊരു റീച്ച്, 2 റീച്ചുകൾ പ്രധാനപ്പെട്ട റീച്ച് എന്നുള്ള നിലയിൽ പൊതുവെ പരിശോധിക്കുമ്പോൾ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടാൻ ഈ 2 സ്ട്രെച്ചുകളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തത്. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിന് പെട്ടെന്ന് തന്നെ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിനിടയിൽ തൃശൂരിൽ മാധ്യമങ്ങളെ മന്ത്രി അറിയിച്ചതാണ് ഇക്കാര്യം. തൃശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിൽ മാത്രമായി 1274 കോടി 34 ലക്ഷം രൂപയാണ് വികസനത്തിനായി ചെലവഴിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദരതുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് NH 66 എത്തിച്ചേരുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരിയായി സജ്ജമാവുന്ന പാത 2025ഓടെ പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ കാപ്പിരിക്കാട്, ചാവക്കാട്, വാടാനപ്പള്ളി, തളിക്കുളം, SN പുരം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയത്. MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, NK അക്ബർ, VR സുനിൽകുമാർ, പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു, നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ BL മീണ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധി ശ്രീനിവാസ്, LA-NH ഡെപ്യൂട്ടി കളക്ടർ അഖിൽ P, LA ഡെപ്യൂട്ടി കളക്ടർ യമുന ദേവി, വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന VHSC പ്രിൻസിപ്പൽ PS ജയശ്രീ, ഓഫീസ് സ്റ്റാഫ് VD ബീന എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജയശ്രീ ടീച്ചറുടെയും അതോടൊപ്പം തന്നെ ബീനേജിയുടെയും യാത്രയയപ്പ് സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നു. PTA-യുടെ 3ാം ഘട്ട പൊതുയോഗം സംഘടിപ്പിക്കുന്നു. ഒട്ടനവധി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിക്കുന്ന പൊതുപരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും പരീക്ഷ എഴുതി PSC പരീക്ഷ എഴുതി ഒരധ്യാപികയായി ഉപജീവന മാർഗം നടത്താൻ ആർക്കും കഴിയുന്നതാണ്. എന്നാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കാൻ കഴിയുമ്പോഴാണ് ഒരധ്യാപിക ആ അധ്യാപിക എന്ന പേരിന് അന്വർത്ഥമായി കൊടുക്കാൻ കഴിയുക. ആ അർത്ഥത്തിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ മികച്ച അധ്യാപികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചറുടെ അധ്യാപക കാലഘട്ടത്തില് ടീച്ചർ നെയ്തെടുത്ത മുഴുവൻ കാര്യങ്ങളും സ്കൂളിന്റെയും ടീച്ചർ വർക്ക് ചെയ്ത സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും അക്കാദമിക നേട്ടങ്ങൾക്കായി ടീച്ചറുടെ പ്രയത്നം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ നിങ്ങളുടെയും എന്റെയും നമ്മുടെ അധ്യാപകരുടെയും മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ടീച്ചറെ വ്യക്തിപരമായിട്ട് അറിയാൻ തുടങ്ങുന്നത് ഇവിടെ വെച്ചാണെങ്കിൽ പോലും നേരത്തെ
നേരത്തെ ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദറിന്റെ ക്ലാസ്മേറ്റ് ആണ്, ടീച്ചറുടെ ഹസ്ബൻഡ് എന്ന രീതിയിലാണ്. അങ്ങനെ ഒരുപാട് കേട്ടുപരിചയമുണ്ട് ജയശ്രീ ടീച്ചറെ കുറിച്ച്. ആ ടീച്ചറെ നേരിട്ടറിഞ്ഞ, പക്ഷെ അറിഞ്ഞപ്പോൾ തുടങ്ങി, ഇവിടെ പ്രിൻസിപ്പലായി വന്നപ്പോൾ തുടങ്ങി, ഒരുപക്ഷെ സജി സാർ കഴിഞ്ഞാൽ പിന്നെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ആവശ്യവുമായി എന്നെ വിളിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് ജയശ്രീ ടീച്ചർ. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ VV സായ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ മംഗളപത്ര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, പ്രിൻസിപ്പൽ EG സജിമോൻ, PTA പ്രസിഡന്റ് KP ഷാജി, SMC ചെയർമാൻ TM അനീഷ്, മതിലകം BPC APC ജിമോൾ, MPTA പ്രസിഡന്റ് KS ഇന്ദുകല, M മായാദേവി എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം കൂരിക്കുഴിയിൽ പറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി അടിച്ചു തകർത്ത നിലയിൽ. തൃശൂർ നഗരത്തിൽ തീപിടുത്തം. ദിവാൻജി മൂലയിലെ ആക്രി കച്ചവട സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. തൃശൂർ അതിരപ്പള്ളി ഷോളയാറിൽ വാഹനാപകടത്തിൽ പോലീസ് ഓഫീസർ മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.